ഇപ്പം കൂട്ടാൻ നല്ല രസമല്ലേ തക്കാളിയെല്ലാം ഇട്ടിട്ട് വറവിനെക്കാട്ടി ഇങ്ങനെ പുഴുങ്ങിയിട്ട് ചായക്ക് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി. അപ്പോൾ കുറച്ച് നല്ല അടിപൊളി കൂവക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് ഇതായിക്കോട്ടെ ഒരു വിഭവം. അപ്പം നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയത് നല്ല കുനുകുനാന്ന് അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ ഈ കൂവക്കിഴങ്ങ് എത്ര പേർക്ക് അറിയാം? സാധാരണ ഈ കൂവക്കിഴങ്ങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് അരച്ച് അതിൻ്റെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നൂറെടുത്ത് ഉണക്കി പൊടിച്ച് എന്തൊക്കെയോ പ്രോസസ്സിലൂടെ ആ ഒരു കൂവ നൂറ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മളിത് ഡയറക്റ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് നമ്മളൊരു തോരൻ പോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ആ ഒരു വിഭവമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. കൂവ ഇറച്ചിട്ടാകുമ്പോൾ അപ്പാടെന്താണ് എടുക്കണം, ഇങ്ങനെ പുഴുങ്ങിയിട്ട് ചായക്ക് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ കൂട്ടിയിട്ട് ഇത് അന്ന് ഒരിക്കൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ലേ, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയാന്ന് ആക്കിയേ. ഒരിക്കൽ ഉപ്പിട്ടിട്ട് കുക്കറിൻ്റെ അകത്തിട്ട് 2 വിസിലാക്കി. അപ്പോൾ നല്ല രസമുണ്ട് കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ നമ്മളെ അടുത്തല്ല ഇത് നട്ടിട്ട് ഇതിൻ്റെ വേറെ ഒരു സാധനം ഇല്ല, ഇങ്ങനത്തെ വലിയ ക്യാരറ്റ് പോലത്തെ അത് ഇത് തന്നെയാ സാധനം. മുള്ളങ്കി അത് വേറെ. ഇത് നമ്മളെടുക്ക കൊണ്ടുപോയിട്ട് നട്ടിച്ച് നോക്കുമ്പോ ഇതിന്റെ വണ്ണം കാണണം. ഇത് നല്ല വലിയ വറക്കുമ്പോ നടുവില് കീറിയിട്ട് അങ്ങനെ മുറിക്കണം. വയലെല്ലാം ഉണ്ടാവുമ്പോ നല്ല വയലൊരിക്കൽ ഭരണം കൊണ്ടുപോയിട്ട് നട്ടിട്ട് നോക്കുമ്പോ ഏതാ വണ്ണം അറിയത്രയാക്കി പൊരിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മുടെ കിഴങ്ങ് വർഗ്ഗത്തിൽ പെട്ടതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ അടിയിലല്ലേ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരിയ തൊലി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ മുറിച്ചിടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് നാരടങ്ങിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വളമൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഇതിന് വണ്ണം കുറവാണ് കേട്ടോ. അതായത് അതിൻ്റെ ആ ഒരു വലിപ്പം കുറവാണ്, ചെറുതാണ്. പക്ഷേ അത് നല്ലോണം വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് നല്ല തോരൻ വെച്ചാൽ നല്ല കിടുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചിടാനെല്ലാം കുറച്ച് വിഷമാണ്, പക്ഷേ മുറിച്ചിട്ട് നല്ല തോരൻ ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കേശുവിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം വന്ന് ഇന്നൊരു കണ്ടൻറ്റും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനേതായാലും വിചാരിച്ചു ഇന്നത്തെ ഒരു കണ്ടൻറ്റ് ഇതായിക്കോട്ടെ എന്ന്. അപ്പോൾ ഇത് ഇരുന്ന് മുറിക്കുന്ന കാണുമ്പോൾ തന്നെ ഞാൻ വേഗം തന്നെ ക്യാമറ എടുത്ത് വന്ന് അതിൻ്റെ അകത്ത് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മറന്നു പോയിട്ടോ. കട്ട് ചെയ്തെല്ലാം വെച്ച് പിന്നെ അടുപ്പത്ത് വെച്ചതിന് ശേഷമത്രേ ഞാനിത് കാണുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളൊരു നല്ലോണം കഴുകണം, ഒന്നും കൂടി നല്ലോണം കഴുകിയിട്ട് ആവശ്യമായിട്ടുള്ള മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വേവിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ചിരണ്ടിയിടുക. നമ്മുടെ തോരൻ എങ്ങനെയാണ് വെക്കുന്ന ചേനയും ചേമ്പും ഒക്കെ വെക്കുന്ന പോലെ തന്നെ തേങ്ങ ചിരണ്ടിയിട്ട് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റി ഇങ്ങെടുത്താൽ നമ്മുടെ കൂവക്കിഴങ്ങ് തോരൻ റെഡി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സംഭവമാണ്.